إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങൾ ഒരുപോലെ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ കാലഘട്ടത്തിലേക്കും യോജിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ജനങ്ങൾക്കും പ്രയോഗത്തിൽ കൊണ്ടുവരാനും നടപ്പിൽ വരുത്തുവാനും സാധ്യമാകുന്ന നിയമങ്ങളെ ഇസ്ലാമിലുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് മുസ്ലിമീങ്ങളായ നാം എല്ലാവരും. ആ നിയമങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ച് ജീവിക്കുന്നവന് മാത്രമാണ് മുസ്ലിം എന്ന പേരിന് അർഹതയുള്ളത്. അവൻ മാത്രമാണ് മുസ്ലിമായി അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. ഞാനതിന് സന്നദ്ധനാണെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ദിനേന അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നുമുണ്ട്.
നമ്മളത് മനസ്സിലാക്കി പറയുന്നുണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഷഹാദത്തുകൾ എത്ര തവണ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? ലോക മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്കൊലികളിലൂടെ, നിസ്കാരത്തിന് അണിചേർന്ന് നിന്നുകൊണ്ട് നിസ്കാരം തുടങ്ങുന്നു എന്ന അറിയിപ്പെന്ന നിലക്കുള്ള ഇഖാമത്ത് വിളികളിലൂടെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ നമ്മുടെ നമസ്കാരങ്ങളിൽ അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി നാം നിർവഹിക്കുന്ന തശഹ്ഹുദുകളിലൂടെ എല്ലാം നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈ ഒരു പ്രഖ്യാപനം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് സഹോദരങ്ങളെ നമ്മൾ അതിലൂടെ ആ പ്രതിജ്ഞയെടുക്കുന്നത്? അഷ്ഹദു, ഞാൻ സാക്ഷിയാണ് എന്നാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് എന്നാണ് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്നത്. എന്തിന് ഞാൻ സാക്ഷിയാണ്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ഒരു ഇലാഹുമില്ല എന്ന കൃത്യമായ തൗഹീദ് അംഗീകരിക്കുന്നവനാണ് ഞാൻ. അത് പ്രഖ്യാപിക്കുന്നു ഞാനത് അംഗീകരിക്കുന്നു. എന്റെ ജീവിതം നോക്കിക്കോ, ഞാൻ അതിന് സാക്ഷിയാണ് എന്നാ നമ്മളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാർട്ടിലൂടെ നമ്മൾ എന്താ പറയുന്നത്? വഅഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, ഞാൻ അംഗീകരിക്കുന്നവനാണ്. എന്തംഗീകരിക്കുന്നവനാണ്? അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നിശ്ചയമായും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാനതിന് സാക്ഷിയാണ്. എന്റെ ജീവിതം നോക്കിക്കോ, അവിടുത്തെ ആ മാതൃകയെ അംഗീകരിക്കുന്ന വിശ്വാസിയാണ് ഞാൻ. ദിനേന നമ്മളത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന് വേണ്ടി സഹോദരങ്ങളെ ഞാനും നിങ്ങളും കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നാൽ ആദ്യം തന്നെ ഒരു പ്രതിജ്ഞ നമ്മൾ അള്ളാഹുവിനോട് എടുക്കുന്നുണ്ടല്ലോ. നിന്നിലേക്ക് ഞാനിതാ എന്നെ മുഴുവൻ തിരിച്ചുവച്ചിരിക്കുന്നു, വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നമ്മളെന്താ അതിന്റെ പിന്നീട് പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. റബ്ബേ, നിന്നിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ നിന്നോട് കള്ളം പറയുന്നവനല്ല, ഞാൻ നിന്നോടിതാ ഏറ്റുപറയുകയാണ് നിന്റെ മുമ്പ്. എന്റെ മറ്റു ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ എന്റെ ജീവിതം മുഴുവനും, വമമാതി ഇനി ഞാൻ മരിക്കുമ്പോൾ ആ മരണവും, പാലകനായ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. ഇതാണ് സഹോദരൻ നിസ്കാരത്തിൽ കൈകെട്ടി നിന്ന് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ നിസ്കാരവും എന്റെ അനുഷ്ഠാന കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെലവഴിക്കുകയുള്ളൂ. നിന്റെ തൃപ്തിയും നിന്റെ പ്രീതിയും മാത്രമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമസ്കാരത്തിൽ കൈകെട്ടി നിന്ന് പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ വളരെ ഗൗരവമാണല്ലോ വിഷയം, എങ്കിൽ വളരെ ഗുരുതരമാണല്ലോ നമ്മളാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് യോജിക്കുന്ന നിലക്കുള്ള ജീവിതമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ പ്രഖ്യാപനത്തോട് കൂറുപുലർത്തുന്ന ജീവിതം മാത്രമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുകയും എന്നിട്ട് പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ളയിടത്ത് ഞാൻ ഇസ്ലാം സ്വീകരിക്കുമെന്നും എനിക്ക് താൽപര്യമില്ലാത്തിടത്ത് ഇസ്ലാമിന്റെ നിയമങ്ങളെ ഞാൻ കാറ്റിൽ പറത്തുമെന്നും വന്നാൽ ഞാൻ യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗുരുതരമായി ഗൗരവത്തോടുകൂടെ ചിന്തിക്കാൻ വേണ്ടി മനുഷ്യനോട് പറഞ്ഞു, വിശ്വാസികളെ,
യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ മുഴുവനുമായി പ്രവേശിക്കണം. നിങ്ങൾ ഇസ്ലാമിൽ മുഴുവനായി പ്രവേശിക്കണം. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലെത്തുമ്പോൾ ഇസ്ലാമിനെ മറക്കരുത്. മുസ്ലിമാണോ, എല്ലാ രംഗത്തും മുസ്ലിമായി ജീവിക്കണം. നിങ്ങളുടെ വിശ്വാസ രംഗത്തും, നിങ്ങൾ ആചരിക്കുന്ന ആചാരങ്ങളുടെ രംഗത്തും, നിങ്ങളുടെ സാമ്പത്തിക രംഗത്തും, നിങ്ങളുടെ കച്ചവട രംഗത്തും, നിങ്ങളുടെ കുടുംബജീവിത മേഖലയിലും, നിങ്ങളുടെ മറ്റുള്ളവരുമായുള്ള ഇടപഴക്കങ്ങളിലും, നിങ്ങളുടെ പൊതുപ്രവർത്തന രംഗങ്ങളിലും, എല്ലാ രംഗങ്ങളിലും നിങ്ങൾ ഇസ്ലാമാകണം. യഥാർത്ഥമായ മുസ്ലിമീങ്ങളായി പരിപൂർണമായി നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കണം എന്ന് അല്ലാഹു പറയുകയാണ്. അതേ അവസരത്തിൽ ഞാനും നിങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലൂടെ ആമീൻ ചൊല്ലുന്നതിന്റെ മുമ്പായി നമ്മൾ അല്ലാഹുവിനോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹാത്മാക്കൾ ജീവിച്ച വഴിയിലൂടെ നീ എന്നെ ജീവിപ്പിക്കണേ, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിന് വിധേയരായ വഴിപിഴച്ചുപോയ കക്ഷികളുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്താതെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആമീൻ എന്ന് പറയുന്നത്. ഈ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന യഹൂദികളും നസറാനികളും അവരുടേതായ ആശയം സ്വീകരിച്ചിട്ടുള്ള സർവ്വപിഴച്ച കക്ഷികളും, എന്തേ യഹൂദികൾ അല്ലാഹുവിന്റെ ശാപം അവർക്ക് കിട്ടാൻ കാരണം? എന്തേ ജൂതന്മാർക്ക് അല്ലാഹുവിന്റെ കോപം കിട്ടാൻ കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് അവതീർണമായ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ അവർ വായിച്ച് അതിൽ നിന്ന് ചിലതിനെ അവർ ഉൾക്കൊള്ളുകയും ചിലതിനെ അവർ തള്ളുകയും ചെയ്തു. മുഴുവൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവർ അഭിശപ്തരായി, അവർ ശപിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അവരെ ചോദ്യം ചെയ്തു. അവരുടെ ഈ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തു. ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അല്ലാഹു അവരോട് ചോദ്യം ചെയ്തു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. യഹൂദികളോട് അല്ലാഹു ചോദിക്കുകയാണ്, അഫതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ വിശ്വസിക്കുകയാണോ? ബിബഅദിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് നിങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദിൻ, ചിലത് നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കുള്ള പ്രതിഫലം എന്തായിരിക്കും? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആര് ചെയ്യുന്നുണ്ടോ അവർക്കുള്ള ശിക്ഷ ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് അപമാനമുണ്ടാകും. ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് അപമാനമുണ്ടാകും. തീർന്നില്ല, വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ഏറ്റവും കഠിനകഠോരമായ ശിക്ഷയിലേക്ക് പരലോകത്ത് വെച്ച് അവർ തള്ളപ്പെടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നറിയിപ്പ്, അല്ലാഹ് ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനൊന്നുമല്ല കേട്ടോ, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്. ഇവിടെ ഗൗരവമായി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വേദക്കാരായ ആളുകൾ, ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചില യഹൂദികളും നസറാനികളുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കടന്നു വന്നിട്ടും അവരുടെ പഴയ സമ്പ്രദായങ്ങളിൽ പലതിനെയും ഒഴിവാക്കാൻ അവർക്ക് മടി. മുസ്ലിമീങ്ങളായിട്ട് അവർ അറിയപ്പെട്ടു. എന്നിട്ടും അവരുടെ ആ പണ്ടത്തെ യഹൂദികളുടെയും നസറാനികളുടെയും ആചാരങ്ങളും സമ്പ്രദായങ്ങളിൽ ചിലതൊക്കെ അങ്ങനെ തന്നെ അവരുടെ മനസ്സിലുണ്ട്. മുഴുവൻ ഇസ്ലാമിലേക്ക് അവർ പ്രവേശിച്ചില്ല. മുഴുവനായി ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർ അംഗീകരിച്ചില്ല. ചിലതൊക്കെ പണ്ട് വന്ന മതത്തിന്റെ അതേ ആചാരങ്ങളും സമ്പ്രദായങ്ങളും തന്നെ അവർ കൊണ്ടു നടന്നു. ആ സമയത്ത് അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ വചനം ഇറങ്ങുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുകയാണെങ്കിൽ മുഴുവൻ പ്രവേശിക്കണം. ഇസ്ലാമിലേക്ക് നിങ്ങൾ മുഴുവനുമായി പ്രവേശിക്കണം. അല്ലാതെ ചിലത് സ്വീകരിച്ച്, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ സ്വീകരിച്ചു, എനിക്കിഷ്ടമല്ലാത്ത ഞാൻ തള്ളിക്കളഞ്ഞു, അവൻ മുസ്ലിം എന്ന് പറയൂല. അതുകൊണ്ട് പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് ഇസ്ലാം പറയുന്നു, അല്ലാഹു പറയുന്നു.
തുടർന്നുകൊണ്ട് അല്ലാഹു എന്താ പറയുന്നത്? ഇങ്ങനെ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം എന്നൊക്കെ ഒരാൾ ചിന്തിക്കുമ്പോൾ അവൻ അതിന് പലപ്പോഴും ആരാ തടസ്സം സൃഷ്ടിക്കുക? ശൈത്താൻ. നേരായ റൂട്ടിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, അതിന്റെ മുമ്പിൽ വിഘ്നങ്ങളും ബുദ്ധിമുട്ടുകളും വലിച്ചിട്ടുകൊണ്ട്, പ്രലോഭിപ്പിച്ചുകൊണ്ട്, സുന്ദരമോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചുകൊണ്ട് ശൈത്താൻ മനുഷ്യനെ യഥാർത്ഥമായ റൂട്ടിൽ നിന്ന്, മുഴുവനുമായി ഇസ്ലാമിൽ പ്രവേശിക്കുന്ന ആ വഴിയിൽ നിന്ന് മനുഷ്യനെ തള്ളിക്കളയും. അതുകൊണ്ട് ഇസ്ലാം എന്തു പറഞ്ഞു? വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞ ഉടനെ മുന്നറിയിപ്പ് നൽകി. ഫലാ തത്തബിഊ, നിങ്ങൾ പിൻപറ്റി പോകരുതേ, ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ കൊടിയ ശത്രു തന്നെയാണ്. മനുഷ്യനോട് അല്ലാഹു നൽകുന്ന മുന്നറിയിപ്പ്. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം എന്നൊക്കെ ചിലപ്പോൾ ഒരു ഖുതുബ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വഅള് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ മനുഷ്യനിങ്ങനെ ആലോചിക്കും, ഇനിയൊന്ന് നന്നാവണം, ഇനിയൊന്ന് ഉഷാറാകണം, ഇനിങ്ങനൊന്നും ആയാൽ പോരാ. പക്ഷെ ആ വഴിയിലേക്കാണ് ഇറങ്ങുമ്പോൾ ഉടനെ പിന്നെ പ്രശ്നങ്ങൾ വലിച്ചിടാൻ ആരാ? ശൈത്താൻ. ശൈത്താൻ പ്രശ്നങ്ങൾ വലിച്ചിടാൻ പല മാർഗങ്ങളാണ് ഉപയോഗപ്പെടുത്തുക. പല മാർഗങ്ങളിലൂടെ നേർവഴിയിൽ നിന്ന് ശൈത്താൻ നമ്മളെ പിന്തിരിപ്പിക്കും. അത് ശൈത്താൻ അള്ളാന്റെ മുമ്പിൽ എടുത്ത പ്രതിജ്ഞയാണ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലും, ഞാൻ അവരുടെ പിന്നിലൂടെ ചെല്ലും, വലതുവശത്തിലൂടെ അവരെ സമീപിക്കും, ഇടതുവശത്തിലൂടെ സമീപിക്കും. നാനാവിധത്തിലും ശൈത്താൻ മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ട പല മാർഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നല്ല നിലക്ക് മുസ്ലിമായി ജീവിക്കണം, ആദർശമൊക്കെ ശരിക്ക് പഠിച്ചിട്ടുണ്ട്, എന്താണ് ശരിയായ തൗഹീദ് അറിയാ, സുന്നത്ത് എന്താണെന്നറിയാ, ഇസ്ലാമിന്റെ ഹറാമുകൾ എന്തൊക്കെയാണെന്നറിയാ, ഹലാലുകൾ ഏതൊക്കെയാണെന്നറിയാ. അതൊക്കെ അറിഞ്ഞിട്ടും പലപ്പോഴും മനുഷ്യൻ അതിനെയൊക്കെ കാറ്റിൽ പറത്താൻ മനുഷ്യന് പ്രേരകമാകുന്ന ചില കാര്യങ്ങൾ അള്ളാഹു എടുത്ത് ഉണർത്തുന്നുണ്ട്. സൂറത്തു തൗബ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പ്രവാചകരെ പറയൂ, നമ്മളോട് പറയാൻ കൽപ്പിക്കണം, ശരിക്കും മനസ്സിരുത്തി ഈ വചനം ശ്രദ്ധിക്കുക. ഇൻകാന ആബാവുക്കും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, നിങ്ങളുടെ ഉപ്പമാര്, നിങ്ങളുടെ ബാപ്പമാരാണെങ്കിൽ, വഅബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങളുമാണെങ്കിൽ, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളുമാണെങ്കിൽ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആണെങ്കിൽ, വഅശീറത്തുക്കും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്താണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ പേടിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സുമാണെങ്കിൽ, വമസാകീനു തർളൗനഹാ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ താമസ സ്ഥലങ്ങളുമാണെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനേക്കാളും വറസൂലിഹി, അവന്റെ റസൂലിനേക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി, ആ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്കിഷ്ടം ഈ പേൽ പറഞ്ഞവയൊക്കെയാണെങ്കിൽ, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക, ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ ശിക്ഷയുമായിട്ട് വരുന്നതിന്റെ സമയമേ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ ജനതക്കൊരിക്കലും നേർവഴി കിട്ടുന്നതല്ല, അല്ലാഹു അവരെ നേർവഴിയിലാക്കൂല. സൂറത്തു തൗബ.
ഈ ആയത്തിലൂടെ അള്ളാഹു എന്താ പറയുന്നത്? മനുഷ്യൻ ഇസ്ലാമൊക്കെ അനുസരിച്ച് ജീവിക്കാനൊക്കെ തയ്യാറാകുമ്പോ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വാപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല. ഒരു മകൻ നന്നാവാൻ തീരുമാനിച്ചു, ഒരു മകൻ ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഇസ്ലാമിന്റെ അഖീദ പഠിച്ചു, യഥാർത്ഥമായി എന്താണ് മുസ്ലിമായി ജീവിക്കേണ്ട നിയമങ്ങൾ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ഇനി ഹറാമ് കാണില്ല, ഇനി എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു അശ്ലീലത്തിലേക്ക് നോക്കില്ല, ഒരു അന്യ പെണ്ണിനെ ആശ വെച്ചുകൊണ്ട് ഞാനിനി നോക്കില്ല, അത്തരത്തിലുള്ള ഒരു വോയിസുകളിലേക്ക്, ശബ്ദങ്ങളിലേക്ക് എന്റെ ഈ കാത് ഞാൻ നൽകില്ല, ഹറാമായ ഒരു ജീവിതത്തിലേക്ക് ഞാനിനി ഇല്ല എന്നൊരു ചെറുപ്പക്കാരൻ തീരുമാനമെടുത്ത് അവൻ ആ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകുമ്പോ ശൈത്താൻ വരും ബാപ്പന്റെ കോലത്തില്, ഉമ്മന്റെ കോലത്തില്. അതൊന്നും ഇവിടെ നടക്കൂല, എന്റെ ആശയമൊക്കെ പുറത്തു വെച്ചോ, ഇവിടെ പറ്റൂല, ഇവിടെ എങ്ങനെയൊക്കെ നടക്കൂ. ബാപ്പ വഴിമുടക്കിയാവണം, ഉമ്മ വഴിമുടക്കിയാവണം. ശരി, മറ്റൊരു വശം അല്ല പറയുന്നു, ഒരു ബാപ്പയും ഉമ്മയും ഒക്കെ നല്ലവരായി ജീവിക്കാൻ തയ്യാറായി. ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി, മുമ്പ് വല്ലാത്തൊരു അബദ്ധത്തിലായിരുന്നു എന്ന് ബോധ്യമായി. പടച്ചവനെ മാപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി തൗബ ചെയ്തു. ശിഷ്ടകാല ജീവിതമെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചു, പ്രതിജ്ഞ. ആ രൂപത്തിലുള്ള ജീവിതത്തിന് ഒരുങ്ങുമ്പോ മക്കൾ സമ്മതിക്കൂല, അന്നും ഇവിടെ നടക്കൂല, വാപ്പ വേറെ പോണ്ടി വരും. വാപ്പന്റെ ആ പരിപാടിയൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. മകൻ സമ്മതിക്കുന്നില്ല, മകൾ സമ്മതിക്കുന്നില്ല. അതെല്ലാവരൊക്കെ സമ്മതിക്കുന്നുണ്ട്, ജ്യേഷ്ഠൻ സമ്മതിക്കുന്നില്ല. ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാർ, ജ്യേഷ്ഠൻ സമ്മതിക്കുന്നില്ല, അനുജൻ സമ്മതിക്കുന്നില്ല, പെങ്ങൾ സമ്മതിക്കുന്നില്ല, ആങ്ങളെ സമ്മതിക്കുന്നില്ല. തീർന്നോ? വാസുവാജുക്കും നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ. ഒരു ഭർത്താവ് വളരെ നല്ലവനായി നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവാണ്. അപ്പൊ പെണ്ണ് സമ്മതിക്കുന്നില്ല, ഈ താടിയും വെച്ച് ഈ നെരിയാനിക്ക് മീതെ പാന്റും കയറ്റി എടുത്ത് എന്റെ കൂടെ വരാൻ പറ്റില്ല, നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കാനില്ല, കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലാതെ എനിക്ക് നിങ്ങളെ കൂടെ പൊറുക്കാൻ പറ്റില്ല, നിങ്ങളതിന് വേറെ ആളെ നോക്ക്. ഭാര്യ സമ്മതിക്കുന്നില്ല, ഞാനിനി ഹറാമിലൂടെ സമ്പാദിക്കൂല, നമ്മൾക്ക് കിട്ടുന്ന മുതലൊക്കെ മതി, അതുകൊണ്ട് നമുക്ക് തൃപ്തിയായി കഴിയാം, നരകം ഭയപ്പെടണം എന്നൊരു ഭർത്താവ് വിചാരിച്ച് അവന്റെ ചെലവഴിക്കലുകളിലും അവന്റെ വരുമാനങ്ങളിലുമൊക്കെ അവൻ കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോ പെണ്ണ് സമ്മതിക്കൂലാന്നേ. പെണ്ണ് സമ്മതിക്കുന്നില്ല, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. ശരി, ഒരു പെണ്ണ് പടച്ചവനെ പേടിച്ചു, ഒരു ഭാര്യ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, യഥാർത്ഥമായി ദീനറിഞ്ഞു, പഠിച്ചു, ജീവിതത്തിന്റേതായ ഇന്നലകളെ സംബന്ധിച്ച് പശ്ചാത്തലിച്ച് മടങ്ങി, ഇനി നന്നാവണം എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ച്, ഇസ്ലാമികമായ പർദ്ദ ധരിച്ച് അവൾ പുറത്തിറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ശൈത്താൻ ഭർത്താവിന്റെ കോലത്തിൽ എന്റെ കൂടെ ഇറങ്ങണ്ട, എന്റെ കൂടെ പോരണോ, ഞാൻ തരുന്ന വസ്ത്രം കൊടുക്കണം. ഇത് പറ്റൂല. കണ്ടോ, നിങ്ങളുടെ ഭാര്യമാരാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, നിങ്ങളുടെ ഉപ്പമാരാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, നിങ്ങളുടെ ബാപ്പമാരും ഉമ്മമാരുമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ഭർത്താവോ, നിങ്ങളുടെ ഭാര്യയോ, നിങ്ങളുടെ ആങ്ങളയോ, നിങ്ങളുടെ പെങ്ങളോ, നിങ്ങളുടെ അയൽക്കാരോ, നിങ്ങളുടെ നാട്ടുകാരോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് നിങ്ങൾക്ക് അഹബ്ബയിലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ വറസൂലിഹി, ആ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോ അതിനൊക്കെ എതിരി വരി നിൽക്കുമ്പോ, അല്ലാഹുവേ നിന്റെ നിയമത്തെ ഞാൻ കാറ്റിൽ പറത്തുന്നു, റസൂലുള്ള പഠിപ്പിച്ച നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭർത്താവിനൊപ്പിച്ച് ആദർശം മാറ്റുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ആദർശം മാറ്റുന്ന, ഉപ്പയ്ക്ക് വേണ്ടി ആദർശം മാറ്റുന്ന, ഉമ്മയ്ക്ക് വേണ്ടി ആദർശം മാറ്റുന്ന, ആങ്ങൾക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, അമ്മാമന്മാർക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിക്കുന്നവരോട് മുഴുവനും അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനേക്കാൾ ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ ഫതറബ്ബസൂ, ശിക്ഷ കാത്തിരുന്നോളിന്ന്, ശിക്ഷ കാത്തിരുന്നോളിൻ. അല്ലാഹു പറയുന്നത്. ഈ ആയത്ത് നിങ്ങൾ മനസ്സിൽ നെഞ്ചേറ്റി കൊണ്ടു നടക്കണം ഏത് കാലത്തും. സൂറത്തു തൗബ, സൂറത്തു തൗബ പഠിച്ചു വെക്കണം. ഏതാ നമുക്ക് വലുത് എന്ന് നമ്മൾ ചോദിക്കണം സ്വന്തത്തോട്. വേറൊരാളോട് ചോദിക്കണ്ട, വേറൊരാളോട് ചോദിക്കണ്ട, അവനവനോട് ചോദിക്കണം, എനിക്ക് ഏതാ വലുത്, ഏതാ എനിക്ക് വലുത്. ആദർശമനുസരിച്ച് ജീവിച്ചാൽ എന്റെ കച്ചവടം ഒഴിഞ്ഞു പോവും. ആദർശമൊക്കെ ശരിയാ, നിങ്ങൾ പറയണൊക്കെ ശരിയാ, ആ തൗഹീദൊക്കെ തന്നെയാണ്. അല്ലാഹ് ഇല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല,
ഖബർ ജാറം പോയി മൂടാൻ പാടില്ല, ജാറത്തിങ്കിൽ വിളക്ക് കൊളുത്താൻ പാടില്ല, അതിനെ ചുംബിക്കാൻ പാടില്ല, മുത്താൻ പാടില്ല, ആ തോന്നിവാസങ്ങളൊന്നും സിയാറത്തിന്റെ പേരിൽ പാടില്ല എന്നൊക്കെ ഒരുത്തം വിശ്വസിച്ചു. അത് പ്രഖ്യാപിക്കാൻ ഒരുത്തം തയ്യാറായ പറയാ എന്റെ പീടി അങ്ങ് കൂട്ടിപ്പോകും. അപ്പൊ വലുത് ഏതാ? കച്ചവടം. അല്ലാഹു ചോദിക്കാണ് വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവുമാണ് അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ പാതയിൽ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് വലുതെങ്കിൽ ശിക്ഷ കാത്തിരുന്നുകൊള്ളുക. വേറെ ചിലർക്ക് എന്താ പ്രശ്നം? വേറെ ചിലർക്ക് പ്രശ്നം നാട്ടിലുള്ള സ്ഥാനം പോയി പോകും. ഇത്രകാലമായിട്ട് ഞാൻ മഹലിന്റെ വലിയ കാരണവരാ, ഞാൻ വലിയ മുത്തവല്ലിയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിക്കാൻ എന്നെയാണ്, ഞാനൊരു പൗരപ്രമുഖനാണ്. അതുകൊണ്ട് ജനങ്ങൾക്കൊപ്പിച്ച് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണത് തന്നെയാണ് നേരെയൊക്കെ എനിക്ക് മനസ്സിലാക്കണം. പക്ഷെ അതിപ്പോൾ പറഞ്ഞാല് ഞാപ്പ നിലനിന്ന ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോ ഒന്ന് പിന്നീട് ആ കുത്തൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇരിക്കണോടൊന്ന് എഴുന്നേറ്റ് വളരെ ചിരിച്ചു ബഹുമാനിച്ച് ആദരിക്കാൻ എന്നെ കാണുമ്പോൾ നീ കാർക്കിച്ച് തുപ്പും. കണ്ട എനിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെടുന്നു. ജനങ്ങളാണോ നിനക്ക് വലുത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഒരു വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായി തീരുന്നത് വരെ. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, ആ അല്ലാഹ് അറിയിച്ചു തന്നിട്ടുള്ള ഖുർആനോടുള്ള മഹബ്ബത്ത്, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോടുള്ള മഹബ്ബത്ത്, അതാരെക്കാളെല്ലാം ആരോടൊക്കെയുള്ളതിനേക്കാൾ നമുക്കുണ്ടാകണം. മിൻ വാലിദിഹി, തന്റെ മാതാപിതാക്കളെക്കാളും, വവുൽദിഹി, തന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നോട് പ്രിയം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം, എനിക്കാരാ വലുത്, എനിക്കാരാണ് വലുത്. അഡ്ജസ്റ്റ്മെന്റിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റാ ഇഷ്ടം. ഇസ്ലാമൊക്കെ അറിയാം, ഓരോ സദസ്സിൽക്കനുസരിച്ചാണ്ട് ഇസ്ലാം മാറ്റും. തോന്നിവാസം നടക്കുന്ന ഒരു കല്യാണ പന്തലിൽ ചെന്നാൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിം തൊട്ട് രാവിലെ സുബഹിക്ക് പറഞ്ഞതാണ്, ഇന്ന സ്വലാത്തി വ നുസുക്കി മഹിയായ മമാത്തി. അടുത്തോനെ നിനക്ക് പൊരുത്തല്ലാത്തെന്ന് ചെയ്യൂല. കല്യാണ പന്തലിൽ ചെയ്യുന്ന ആ തോന്നിയാസത്തിനൊക്കെ കൂട്ടുനിൽക്കും, അവനോട് ചിരിച്ചു കളിച്ച് എല്ലാത്തിനും പങ്കെടുക്കും, അവിടെയുള്ള മോശത്തരങ്ങളിലൊക്കെ അവനും കൂടെ ഒരു മെമ്പറാകും. ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല, ഒറ്റപ്പെട്ടു പോകും. മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദര? അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? ആർക്കാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയോ? ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണോ ഈ അഡ്ജസ്റ്റ്മെന്റ്? മരണത്തിന്റെ മലക്ക് വരുമ്പോ ആർക്കൊക്കെ വേണ്ടി നീ അഡ്ജസ്റ്റ് ചെയ്തോ അവർ നിനക്ക് വക്കാലത്ത് പറയാൻ മലക്കുൽ മൗത്തിന്റെ കൂടെ ഉണ്ടാകുമോ? ഖബറിലുണ്ടാകുമോ? മഹ്ശറിലുണ്ടാകുമോ? ഇല്ല, ഉറപ്പാണ്. അതിലൊരു സംഘടനക്കോ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒറ്റയ്ക്ക് ഉണ്ടാവും. പിന്നെ ആർക്ക് വേണ്ടി ഈ അഡ്ജസ്റ്റ്മെന്റ്? ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവിടെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടാകും. അവിടെ എന്ത് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി നമ്മളും കൈപൊക്കി കൊടുത്തു. അവൻ അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവൻ പലരുടെയും പേരിൽ പലരിലേക്കും വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും മരണാനന്തര ചടങ്ങെന്ന നിലയ്ക്ക് ചെയ്യുകയാണ്. വിവാഹത്തിന്റെ സമയത്ത് വേറെ പലതും ചെയ്യാണ്. പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ വേഷം വളരെ മോശമാണ്. അവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്, തോന്നിവാസങ്ങളുമുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ ഇസ്ലാമിന്റെ ഹറാമും ഹലാലും മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് അഴിച്ചു വെക്കാനുള്ളതാണോ നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരം? ഏതോ കോടതി ചോദിച്ചു പോലും, ഒരു 3 മണിക്കൂർ നേരം ഒന്ന് ഒരു പെണ്ണവളുടെ പർദ്ദ അഴിച്ചു വെച്ചാൽ പൊളിഞ്ഞു വീഴുന്നതാണോ ഇസ്ലാം എന്ന്? വിഡ്ഢിത്തമല്ലേ ആ ചോദ്യം?
ഇസ്ലാമിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ഭരണാധികാരി എഴുതി വെച്ച നിയമങ്ങളല്ല. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അത് സർവ്വലോക പരിപാലകനായ തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹകീമും ഹമീദുമായ റബ്ബിന്റെ നിയമങ്ങളാണ്. കാലഘട്ടങ്ങളെ വെല്ലുവിളിക്കുന്ന നിയമങ്ങളാണ്. ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കും ഫിറ്റായ നിയമങ്ങളാണ്. ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അംഗീകരിക്കാവുന്ന നിയമങ്ങളാണ്. മനുഷ്യന് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിയമങ്ങളും ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തോടും അതിന്റെ കെൽപ്പിൽ അതിന്റെ കഴിവിൽപ്പെട്ടതിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ലളിതാണ്. അത് കുറച്ചു നേരത്തേക്ക് പർദ്ദ അഴിച്ചു വെക്കണം പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കോടതി പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരു രാജ്യത്തൊരു നിയമം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകം നിലനിൽക്കോ? സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ രാജ്യത്തൊരു നിയമം, ആ നിയമത്തിലൊരു ഭരണഘടന, ആ ഭരണഘടന ഒരാൾക്ക് 10 മിനിറ്റ് നേരം ഒരാൾക്ക് ഭരണഘടന ലംഘിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. വേണ്ട 5 മിനിറ്റ്. ഈ രാജ്യത്തെ പൗരന്മാർക്കൊക്കെ 5 മിനിറ്റ് വിടുത്ത നിയമങ്ങൾ അഴിച്ചുവെക്കാനുള്ള അംഗീകാരം തന്നിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു രാജ്യം അനുവാദം കൊടുത്താൽ ഈ ലോകം ഇവിടെ ഉണ്ടാവോ? സുഹൃത്തുക്കളെ, ഉണ്ടാവോ? ഈ ലോകം ഇവിടെ ഉണ്ടാവോ? ആരൊക്കെ എന്തൊക്കെ ചെയ്യും? എനിക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ ഇപ്പൊ എന്താ വിചാരിക്കണത്? മുഴുവൻ ആളുകളെ ഞാൻ ചുട്ടുകൊല്ല, ബോംബ് വെക്കാനാണ്. 5 മിനിറ്റ് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വേറൊരുത്തം വിചാരിക്കണം എല്ലാരും കൊല്ലുകയാണ്, എനിക്കിപ്പോ അതാണ് വേണ്ടത്. വേറൊരുത്തം വിചാരിക്കണം എനിക്ക് ആശയുള്ള മുഴുവൻ പെണ്ണുങ്ങളെ ഞാൻ കയറി പിടിക്കും, വ്യഭിചരിക്കാനാവും തീരുമാനം. 5 മിനിറ്റ് അനുവാദമുള്ളൂ, 10 മിനിറ്റ്. ഇങ്ങനെ 5 മിനിറ്റും 10 മിനിറ്റും ഒരു നിയമം, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ പോലും ലംഘിച്ചാൽ ഇവിടെ ഒന്നും വരാനില്ല എന്ന് ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വല്ല കാര്യം നിലനിൽക്കൂ? എന്നിട്ടാണോ സർവ്വലോക പരിപാലകനായ റബ്ബ് കഴിഞ്ഞ കാലവും വർത്തമാനകാലവും വരാനിരിക്കുന്ന കാലവും ത്രികാലജ്ഞാനിയായ ആലിമുൽ ഗൈബായ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ഒരു നിയമം ഒരു 3 മണിക്കൂറാണ്ട് ഒഴിവാക്കുമ്പോഴേക്ക് പൊളിഞ്ഞു വീഴുന്നതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല എന്നേ മിതമായി നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഇങ്ങനെ ഹറാമ് മാറ്റാനുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം. അത് മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടു നടക്കാനുള്ള കൃത്യമായ നിയമ സംഹിതയുടെ പേരാണ് ഇസ്ലാമിക ശരീഅത്ത്. എല്ലാ രംഗത്തേക്കും നിയമങ്ങൾ കാഴ്ചവെച്ച മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്നതിന്റെ മുമ്പുള്ള നിയമം പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിലായിരിക്കുമ്പോ ഗർഭസ്ഥ ശിശുവിനോട് പാലിക്കേണ്ട കടമകൾ പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ടല്ലേ ഭൂമിയിൽ ജനിച്ചതിന്റെ ശേഷമുള്ള നിയമം? ഭൂമിയിലേക്കൊരു മനുഷ്യൻ പിറന്ന് വീഴുന്നതിന്റെ മുമ്പുള്ള നിയമം പോലും പഠിപ്പിച്ച മതം ഇസ്ലാം. അഡ്ജസ്റ്റ്മെന്റിന് ഇസ്ലാം അംഗീകാരം കൊടുക്കുന്നില്ല. സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാനായി ഇസ്ലാം പറയുന്നു. അതിന് നമുക്കൊന്നും തടസ്സമാകരുത്. അങ്ങനെ മറ്റുള്ള പലതും തടസ്സമാകുകയാണെങ്കിൽ അള്ളാഹു പറയാണ്, അള്ളാഹിന്റെ മുന്നറിയിപ്പ്, فَإِن زَلَلْتُم مِّن بَعْدِ مَا جَاءَتْكُمُ الْبَيِّنَاتُ فَاعْلَمُوا أَنَّ اللَّهَ عَزِيزٌ حَكِيمٌ. ജനങ്ങളെ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. ശൈത്താന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വ്യക്തമായ ശത്രുവാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും നിങ്ങൾ നിയമങ്ങളിൽ നിന്ന് വഴുക്കി കുതറിച്ചാടാനാണ് നിങ്ങൾ ഒരുക്കമെങ്കിൽ ഫഅലമൂ, നിങ്ങൾ അറിഞ്ഞോളണം, അന്നല്ലാഹ അസീസുൻ ഹകീം, നിശ്ചയം അല്ലാഹു പ്രതാപശാലിയാണ്, ഇസ്സത്തുള്ളവനാണ്, അന്തസ്സുള്ളവനാണ്, കഴിവുള്ളവനാണ്, യോഗ്യനാണ്. കൃത്യമായി അവൻ നിങ്ങളോട് ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടും. ആ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ആയത്തിലും നമ്മൾ കേട്ടത്. എന്ത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ ഖുർആനും ഹദീസും പഠിച്ചിട്ട് അതിൽ നിന്ന് ചിലത് സ്വീകരിച്ച് ചിലതിനെ കാറ്റിൽ പറത്തുന്നവരോട് അല്ലാഹു പറയുന്നത്, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്ത് വെച്ച് തന്നെ അപമാനം സഹിക്കേണ്ടി വരും. വയൗമൽ ഖിയാമ, തീർന്നില്ല, ഖിയാമത്ത് നാളിൽ യുറദ്ദൂന ഇലാ ശദ്ദിൽ അദാബ്, കഠിനകഠോരമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു
ബിദാലിക ഉമിർത്തു, ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. ആ കൽപ്പന ശിരസാവഹിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ. വഅന മിനൽ മുസ്ലിമീൻ, ഞാനത് അംഗീകരിക്കുന്ന മുസൽമാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് കൈകെട്ടി നിന്ന് റബ്ബിനോട് 5 നേരവും ദൃഢപ്രതിജ്ഞ പുതുക്കുന്ന സഹോദരാ സഹോദരി, ശേഷമുള്ള ജീവിതം അതിന് എതിരാണെങ്കിൽ ഇപ്പറഞ്ഞ വാക്കുകൾ പോലും പരലോകത്ത് കോടതിയിൽ എതിരല്ലേ? അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരിക. ആർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. ആർക്കൊക്കെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഖബറിലാന്ന് വിചാരിക്കുക. അബോധത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുക. സമ്പൂർണമായി ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മുടെ വിശ്വാസ രംഗത്തും ആചാരരംഗത്തും കർമ്മരംഗത്തും എല്ലാ രംഗത്തും അത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പ് നൽകി നമ്മെ എല്ലാം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ബിറിദല്ലാഹ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം രഹസ്യ പരസ്യ മേഖലകളിൽ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് എന്ത് വില കൊടുത്തും നിലനിർത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നതാണ് പറഞ്ഞു വന്നത്. അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നതാണ് ഇനി അടുത്ത സംശയം. പറഞ്ഞതൊക്കെ കാര്യമാണ്, ഖുർആൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അതിന് തയ്യാറില്ല. എനിക്കിങ്ങനെയൊക്കെ പറ്റൂ. ഞാൻ ജീവിച്ചു വന്നൊരു കുടുംബ സാഹചര്യമുണ്ട്, അത് മാറ്റാൻ എനിക്ക് പറ്റൂല. ഞാൻ വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ട്, അതിനോട് വിയോജിക്കാനും വേറിട്ട് നിൽക്കാനും എനിക്ക് തൽക്കാലം കഴിയൂല. എന്താ സംഭവിക്കുക? ആരെങ്കിലും പിടിച്ച് ജയിലിലിടോ? ഇല്ല, ആരും ഒന്നും ചെയ്യൂല. ധൈര്യമായിട്ടിരുന്നോളി. അതായത് ഇസ്ലാമിക ശരീഅത്തുള്ള രാജ്യമൊന്നുമല്ല, എങ്ങനെയും ജീവിക്കുക, സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാരണമുണ്ട്, മരണം. ആ മരണം ഇങ്ങ് വരുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. മരണത്തിന്റെ പ്രായഭേദമില്ല, രോഗ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും. രോഗികൾ ഒരുപാട് കാലം കിടക്കുന്നുണ്ട്, IC യൂണിറ്റുകളിൽ ഒരുപാട് കാലം ബോധമില്ലാതെ മസ്തിഷ്ക മരണം സംഭവിച്ച്, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ചലനത്തിനും അവകാശം, ജീവന്റെ ഒരു തുടിപ്പുണ്ട്. കൊല്ലങ്ങളോളം IC യൂണിറ്റുകളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കുടുംബങ്ങൾ കിടത്തിയിട്ടുണ്ട്. അപ്പൊ രോഗം കൊണ്ട് മരിച്ചോളണമെന്നൊന്നുമില്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് പെട്ടെന്ന് പോകുന്നുണ്ട്. അതും നമുക്കാർക്കും അറിയാൻ കഴിയൂല, മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ആ മരണത്തിന്റെ നേരത്ത് സംഭവിക്കുന്ന ഒരു പച്ചയായ ഒരു ഡയലോഗ്, മനുഷ്യൻ നടത്തുന്ന ഒരു സംഭാഷണം ഖുർആൻ പറയുന്നുണ്ട്. മരണത്തിന്റെ വേളയിൽ മരണത്തിന്റെ ആ മലക്കിനോട് മനുഷ്യൻ കെഞ്ചി നോക്കും. അതല്ലെങ്കിൽ റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരണത്തിന്റെ മലക്ക് മരണം ഇങ്ങോട്ട് വന്നെത്തുന്ന നേരത്ത് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യൻ പറഞ്ഞു നോക്കും. എന്താ പറയാ? റബ്ബിർജിഊൻ, എന്നെ ഒന്നും മടക്കിത്താ അല്ലാഹ്, കുറച്ചു നേരത്തേക്ക്, ഒരല്പകാലത്തേക്ക് നീ എനിക്കൊരു ഇടം താ റബ്ബേ. എന്തിനാണ് ഞാൻ നിന്നോട് കാലതാമസം ചോദിക്കുന്നത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു,
ഇതുവരെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് നല്ല അമലുകളുണ്ട്. ഞാൻ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല അമലുകളുണ്ട് ഇതുവരെ. അതൊക്കെ ഉപദേശിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റൂല, എന്റെ വാപ്പക്ക് ഇഷ്ടമല്ല, എനിക്ക് പറ്റൂല, എന്റെ സമൂഹം എന്നെ അംഗീകരിക്കൂല, എന്റെ മഹലിനെ പുറത്താക്കും, മക്ബറ വിലങ്ങും, കല്യാണത്തിന് കൂടൂല, മരിച്ചാൽ മറമാടാൻ കഴിയാതെ മയ്യത്തൊരു ഭാഗത്ത് വെക്കേണ്ടി വരും. പല ന്യായങ്ങൾ പറഞ്ഞിട്ടാ സത്യത്തിൽ നിന്ന് മാറിപ്പോയത്. സൽക്കർമ്മങ്ങൾ ചെയ്തില്ല, ശിർക്കിന്റെ വക്താവായി, ബിദഅത്തിന്റെ വക്താവായി, നാട്ടുകാർക്ക് ഒപ്പിച്ചു നിന്നു, കുടുംബത്തെ പ്രീതിപ്പെടുത്തി, പലരുടെയും ചിരിയും അവരുടെ അംഗീകാരവും കിട്ടാൻ വേണ്ടി സത്യത്തെ മൂടിവെച്ചു, എല്ലാവരുടെയും ആളാകാൻ ശ്രമിച്ചു, എല്ലാവരുടെയും ഇഷ്ടത്തിനൊത്ത് തുള്ളി. പക്ഷേ മരിക്കാൻ പോണ നേരത്ത് ഇവരാരുമില്ല, ആരുമില്ല. അവൻ മാത്രം. അവന്റെ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും ഇങ്ങനെ അദാബിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അദാബിന്റെ മലക്കുകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്ന നേരത്ത് അവന്റെ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. മൂമിനാണെങ്കിൽ നല്ലവരായ, നല്ല കാഴ്ചയിൽ സുന്ദര രൂപന്മാരായ മലക്കുകൾ, തെമ്മാടിയാണെങ്കിൽ ഭീകര രൂപികളായ മലക്കുകൾ, മുഴുവൻ അതാ കാണാൻ. റൂഹങ്ങട്ട് പിടിക്കുമ്പോ, വേദന കൊണ്ട് ഇവൻ പൊളയുമ്പോ അടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് മുത്തശ്ശിക്കഥ നോവലൊന്നുമല്ല, ഖുർആനാ പറയുന്നത്. വൽമലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ മുഖങ്ങളിൽ അടിക്കുന്നു, അവരുടെ പൃഷ്ഠഭാഗങ്ങളിൽ അടിക്കുന്നു, അവരുടെ പുറഭാഗങ്ങളിൽ അടിക്കുന്നു. അഖ്രിജൂ അൻഫുസകും, പുറത്തേക്ക് കിടക്കടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അവന്റെ റൂഹിനെ വലിച്ചഴച്ചു പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ആ നേരത്ത് ചോദിക്കുന്ന ചോദ്യ, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇർജിഊൻ, ഒന്ന് മടക്കി തന്നാൽ, ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ഞാൻ അംഗീകരിക്കാത്ത, ഇതുവരെ ഞാൻ കാതുകൊടുക്കാത്ത, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ ബോധ്യമായി. റബ്ബേ, ഒന്ന് പിന്തിച്ച് നീ എനിക്കൊന്ന് സമയം തന്നാൽ ഞാൻ ചെയ്തോളാം റബ്ബേ എന്ന് സർവ സ്ത്രീ പുരുഷന്മാരും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ റബ്ബിനോട് കെഞ്ചി കരയുമ്പോ മറുപടി എന്താ കിട്ടുന്നത്? കല്ലാ, നിർത്തടാ, നിർത്ത്, നിന്റെ വാക്കും കരച്ചിലും ബഹളൊന്നും ഇപ്പൊ കേൾക്കേണ്ട നേരല്ല. ഇന്നഹാ കലിമ, ഇതൊരു വെറും വർത്താനാടാ, വെറും വർത്താനാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ വെറും വാക്കാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നഹാ കലിമ, ഒരു വെറും വാക്കാടോ തെമ്മാടി നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രയോജനമില്ലാത്ത വാക്കാപ്പ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിനക്ക് തിരിച്ചിങ്ങോട്ട് മടക്കൊന്നുമില്ല, അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. നിനക്ക് താമസിക്കാൻ മാത്രവും പഠിക്കാൻ മാത്രവും ആയുസ്സും പഠിക്കാനുള്ള സംവിധാനവും നിന്നെ പഠിപ്പിക്കുന്ന ഉസ്താദും നിനക്ക് കേൾക്കാനുള്ള സംവിധാനങ്ങളും പഠിക്കാനുള്ള എല്ലാ രൂപത്തിലുള്ള സ്രോതസ്സുകളും നിനക്ക് ദുനിയാവിൽ നൽകിയിട്ട് അപ്പോഴൊക്കെ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് ന്യായീകരണങ്ങളുടെ പുകമറകൾ കൊണ്ട് ഓട്ടയടച്ച നീ ഇപ്പോ പഠിക്കണം, നന്നാവണമെന്ന് തോന്നുന്നുവല്ലേ? കഴിഞ്ഞടോ, ചാൻസ് കഴിഞ്ഞു, അതൊരു വെറും വർത്താന. ഇനി നിനക്ക് പോയി കിടക്കാൻ വേറെ സ്ഥലം, അത് ദുനിയാവല്ല. വമിൻ വറാഇഹിം ബർസഖുൻ, ഇനി അവർക്ക് ചെന്ന് കിടക്കാൻ ഇനി അവരുടെ പിന്നിൽ ദുനിയാവല്ല ഉള്ളത്, ഖബറാണുള്ളത്. ഇലാ യൗമി യുബ്അസൂൻ, ഇനി അതാ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഇസ്രാഫീൽ സൂറ കാഹളത്തിൽ ഊതിക്കൊണ്ട് പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ഇനി ചെന്ന് കിടക്കാൻ നിനക്കുള്ളത് ബർസഖാണ്, ഖബറാണ്. അതുകൊണ്ട് ഇനി നിന്റെ വാക്കുകൾക്ക് ഇവിടെ ഒരു വിലയുമില്ല. ഇത് മരണനേരത്ത് കേട്ടുകൊണ്ട് തെമ്മാടി മരിക്കും. നമ്മളൊക്കെ ആശ്വസിക്കുകയാണ്. പല ആൾക്കാരുടെ മരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നുവരെ ഞങ്ങളാരും ഇത് കേട്ടിട്ടില്ലല്ലോ. കേൾക്കൂല. പക്ഷെ ഇത് അനുഭവിക്കാതെ ഒരാൾ ഇവിടുന്ന് പോകൂല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളും സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ചോളൂ. ആർക്കും വേണ്ടി വക്കാലത്ത് പറയണ്ട, ആർക്കും വേണ്ടി ദീനിനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെ ഉണ്ടാവും, ഞാൻ മരിക്കുമ്പോൾ ഞാനുണ്ടാവും. നമ്മുടെ ഖബറിലും ഒറ്റക്ക, പരലോകത്ത് വിചാരണയുടെ കോടതിയിലും ഒറ്റക്ക. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും തന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് പോയി നിൽക്കണം.
എന്റെ കാര്യം ഞാൻ പറയണം. ആർക്കൊക്കെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തോ അവരാരും അത് ഞാൻ പറഞ്ഞിട്ട് എന്റെ മോനെ അങ്ങനെ ചെയ്തതെന്ന് ബാപ്പ പറയോ? അവിടെ വന്നിട്ട് പറയില്ല. ബാപ്പാക്ക് മകനെ കാണുന്നത് തന്നെ അന്ന് വെറുപ്പാ. ബാപ്പാക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത മകനെ രക്ഷിക്കാൻ ബാപ്പുണ്ടോ? മകന് ബാപ്പാനെ കാണുന്നത് തന്നെ അന്ന് വെറുപ്പാ. ഭാര്യയ്ക്ക് വേണ്ടി ദീൻ അഡ്ജസ്റ്റ് ചെയ്ത ഭർത്താവുണ്ടോ അവിടെ? ഭാര്യനെ കാണുന്നത് തന്നെ അന്ന് വെറുപ്പാ. ആര് പറഞ്ഞതാ? ഇതും അല്ല പറഞ്ഞതാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നീഹി. മനുഷ്യൻ തന്റെ ബാപ്പയിൽ നിന്ന് ഓടിയകലുന്ന നാളാണ് മഹ്ശറ. മക്കളിൽ നിന്ന് ഓടിയകലുന്ന ലോകമാണ് മഹ്ശറ. ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, മിത്രങ്ങളിൽ നിന്ന് ഓടിയകലുന്ന ലോകമാണ് മഹ്ശറ. പിന്നെ ആർക്ക് വേണ്ടിയായി അഡ്ജസ്റ്റ്? ആർക്ക് വേണ്ടിയായി വക്കാലത്ത്? അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം, കുടുംബജീവിതം, കച്ചവട രംഗം, സാമ്പത്തിക മേഖല, വിശ്വാസരംഗം, ആചാരരംഗം, സ്വഭാവരംഗം, പെരുമാറ്റരംഗം, പൊതുരംഗം, എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. പറ്റിപ്പോയ അബദ്ധങ്ങൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. നല്ല ഒരു മരണത്തിന് വേണ്ടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അതിലൂടെ മാത്രമേ വിജയമുള്ളൂ. അല്ലാത്തതൊക്കെ ദുനിയാവിൽ അടങ്ങും, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഇസ്ലാമികമായ നിയമങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കൊണ്ടു നടക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകരുത് നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, മറ്റെല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷപ്രദമാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങൾക്കും അവർക്കും സന്തോഷത്തോടെ നിന്റെ സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരൊക്കെ വസിച്ചുകൊണ്ടിരിക്കുന്ന ഖബറുകൾ ഏറ്റവും സന്തോഷത്തിന്റെ ഭവനങ്ങളാക്കി കൊടുക്കണമേ നാഥ. അവരിന്ന് വസിച്ചുകൊണ്ടിരിക്കുന്ന ഖബറുകളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെയും ഖബറുകളെ നീ പ്രകാശപൂർണമാക്കി തരണമേ നാഥ. നിന്റെ ശിക്ഷകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله.